ഒപ്പീനിയൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. ജസ്റ്റിസ് ഫോർ അൻസിബ. അൻസിബയെയും ടിനി ടോമേട്ടനെയും അതുപോലെ തന്നെ കുക്കുവിനെയും അറിയാവുന്ന ഒന്ന് രണ്ട് പേരോട് ഞാൻ സംസാരിച്ചു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അൻസിബയുടെ സൈഡിലാണ് ശരി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ടിനി ടോമേട്ടനും നമ്മുടെ കുക്കു ഒന്നും അത്ര വെടിപ്പല്ല എന്നുള്ളൊരു കാര്യവും കൂടെ ഇവരെല്ലാവരും പറയുന്നുണ്ട്. നിങ്ങളാരും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരും കൂടെയുണ്ട്, അതുല്യ. അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ കൊച്ചിയിലെ ഓഫീസിലെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ടുള്ള അതുല്യയാണ് ആദ്യമേ ഒരു പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പരാതിയാണ് മെയിൻ സ്ട്രീം ചാനലുകൾ വഴി നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മൾ ആരും അതിനെ ഒരുപാട് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാൻ നിന്നില്ല, അല്ലെങ്കിൽ ചെവി കൊടുത്തില്ല. കാരണം ആ പെൺകുട്ടിയെ അധികം ആളുകൾക്ക് അറിയില്ല. അൻസിബ രംഗത്തേക്ക് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് താരസംഘടനയിൽ ചില ചെറ്റത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നേരത്തെയും നമുക്കറിയാം, അത്ര വെടിപ്പല്ല ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടന. പല വൃത്തികേടുകളും ഇതിനു മുമ്പും പല അലിഗേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇത്രയായിട്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ, മാറി നിൽക്കുകയല്ലേ. അവർക്കും അറിയാം നാട്ടെ കേസ ഇടപെടണ്ട എന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കും ചിലപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ മാറിയിരിക്കുന്നത്, ഒന്നും പറയാതെ. മനസ്സിലായോ? എനിക്കറിയാൻ സാധിച്ചത് ലാലേട്ടനോടും മമ്മൂക്കയോടും ഒക്കെ പേഴ്സണലി അൻസിബ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും ഞാൻ നിങ്ങളോടെല്ലാവരോടും തുടക്കത്തിലെ ഒരു കാര്യം പറയാം. കമൻറ്റ് ബോക്സിൽ പറ്റുന്നത്ര ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊരു ഹാഷ്ടാഗ് ഒന്ന് കമൻ്റ് ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു സ്വാഗതം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, കണ്ടാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി 2-3 ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണല്ലോ പലതരത്തിലുള്ള വാർത്തകൾ. എല്ലാത്തിൻ്റെയും കുറച്ച് പോർഷൻസ് എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ച് തരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം എല്ലാ ക്ലിപ്പും കുറച്ച് കാര്യങ്ങൾ എടുത്ത എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് ആ ക്ലിപ്പുകളൊക്കെ മേടിച്ച് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. കാരണം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരണമല്ലോ. ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരല്ലോ, ടിനി ടോമേട്ടൻ അത്ര നീറ്റല്ല എന്ന് ഞാൻ വെറുതെ വാഗോണ്ട് പറഞ്ഞാൽ പോരല്ലോ. ഈ വാർത്തയിൽ നിന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് കേട്ട് തുടങ്ങാം. അപ്പോൾ അതാ ഇത് പിടിച്ചു. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി ചർച്ച ചെയ്യാതെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം. പ്രസിഡന്റ് ശ്വേത മേനോനാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് നിലപാടെടുത്തത്. മറ്റംഗങ്ങൾ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ശ്വേത എതിർക്കുകയായിരുന്നു. ടിനിയെ ജയിലിൽ കയറ്റാനാണോ ശ്രമമെന്നും ശ്വേത യോഗത്തിൽ ചോദിച്ചുവെന്ന്. എന്തിനാണ് ശ്വേത ചേച്ചി അങ്ങനൊരു ചോദ്യം ചോദിച്ചത്? എന്നെ ജയിലിൽ കയറ്റാനാണോ എന്ന്. കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീം ചാനലിൽ വന്ന വാർത്തയാണ്, അതിലാണ് ഈ കാര്യം പറയുന്നത്. അൻസിബയുടെ വിഷയം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ശ്വേത ചേച്ചി പറഞ്ഞു, വേണ്ട, എന്നെ ജയിലിൽ കയറ്റാനാണോ? വേണ്ട. അതെന്താ അൻസിബയുടെ വിഷയം സംസാരിച്ചാൽ ജയിലിൽ കയറുമെന്ന് ചേച്ചിക്ക് ഇത്ര ഉറപ്പ്? അതായത് ആ പെൺകുട്ടി പറയുന്ന അലിഗേഷൻസ് അത് ഇവിടെ തെളിയിക്കപ്പെട്ടാൽ എല്ലാം പെടും എന്ന് മനസ്സിലായത് കൊണ്ടാണോ അമ്മയുടെ പ്രസിഡന്റിന് പേടി അൻസിബയുടെ കേസെടുത്ത് അവിടെ സംസാരിക്കാൻ നിൽക്കാത്തത്? ആ ഒരു താരസംഘടനയുടെ പ്രസിഡന്റായി പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. ബാക്കി എൻ്റെ അടുത്ത് ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ വീഴുന്നത്? എന്നുവെച്ചാൽ ലാലേട്ടനെ കണ്ടിട്ട് സഹിക്കണില്ല. 8 പ്രാവശ്യം കണ്ട് അതുപോലെ വീണു. അപ്പോൾ ഞാൻ ഒരു കുറേ പ്രാവശ്യം ഇങ്ങനെ വീണുണ്ട്. അപ്പോൾ ഓരോ വട്ടം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ വന്ന് പറയും. അവസാനം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാഞ്ഞിട്ട് തിരിഞ്ഞു നിന്നു. ഇതെന്തിനാ ഞാനിവിടെ കേൾപ്പിച്ചത് നിങ്ങൾക്കറിയാവോ? ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ മുമ്പത്തെ പ്രസിഡന്റ്, ആ മനുഷ്യൻ പ്രസിഡന്റായി ഇരുന്ന സമയത്ത് പല ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട്, അതിനകത്ത് മറ്റേ ഒരു ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു. ലാലേട്ടനെ അവസാനം പ്രഷറൈസ് ചെയ്ത ആ മനുഷ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി, മതിയായി, വേണ്ട എൻ്റെ പൊന്നെ, എല്ലാം പോട്ടെ എന്നും പറഞ്ഞ ആ മനുഷ്യൻ്റെ പാട്ടിന് പോയി. അങ്ങനെയുള്ള ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയോടൊക്കെ കാണിക്കുന്ന ഒരു കെയർ, അതാണ് ആ പെൺകുട്ടി പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ് അൻസിബയൊക്കെ ഈ ഒരു വിഷയം വന്നപ്പോൾ ലാലേട്ടനെയൊക്കെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. മെയിൻ സ്ട്രീം ചാനലുകളുടെ ഒന്നും ഫ്രണ്ടിൽ ലാലേട്ടനൊന്നും വന്നിട്ടില്ല. നിൽക്കാത്തതായിരിക്കാം. എന്തിന് നിന്ന് കൊടുക്കണം? വന്ന് കഥ പറഞ്ഞിട്ട് എന്ത് കിട്ടും?
ഇതിന് മുമ്പും പല പ്രശ്നങ്ങളും വന്നപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനൊന്നും മുന്നോട്ട് വരുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ എന്ന്. എന്തിന് ടിനി ടോമിനെ പോലുള്ള സിനിമയൊന്നും ഇല്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് അതിനകത്ത്, മനസ്സിലായോ? സ്പോൺസർഷിപ്പും അതും ഇതും അതിനകത്തു നിന്നൊക്കെ മറ്റേ കൈയിട്ട് വാരി തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പോൺസർഷിപ്പിന്റെ കേസ് വന്നപ്പോൾ അൻസിബ അത് നല്ല രീതിയിൽ തന്നെ എതിർത്തത്. അത് കൂടാതെ ഞാൻ പേഴ്സണലി അറിഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേഴ്സണലി അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാം ഈ ഒരു വീഡിയോയിൽ. ആദ്യത്തെ കാര്യം, നല്ല രീതിയിൽ തന്നെയായിരുന്നു അൻസിബ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പ്രായമായ അമ്മമാർക്ക്, ഈ താരസംഘടനയിൽ അംഗങ്ങളായ അമ്മമാർക്ക് കറക്റ്റായിട്ട് പെൻഷൻസ് എത്തിച്ചു കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ നീറ്റായിട്ടാണ് അൻസിബ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. മനസ്സിലായോ? അതൊക്കെ അവിടെ പല ആളുകൾക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ടാണ് ആ പെങ്കൊച്ചിനായിട്ട് കുത്തിക്കൊണ്ടും അവളെപ്പറ്റി അപവാദം പറഞ്ഞ് നടന്നതല്ല, വേറൊന്നുമല്ല. ഇനി അടുത്തത്, ടിനി ടോമേട്ടൻ ഞാൻ മതതീവ്രവാദിയാണ്, ജിഹാദിയാണ്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ, അങ്ങനത്തെ ഒരു ആരോപണം ഞാൻ കേട്ടു. അതുകൂടാത്തതിന് എനിക്കിനി ഈ ലോകത്ത് അവിഹിതം ഇല്ലാത്തത് ആർക്കാന്ന് എനിക്കറിയില്ല. അത്രയും അവിഹിത കഥകൾ എന്നെ പറ്റി. മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്ത് എന്നെ 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ പരാതി ഇട്ടു, അമ്മയിലേക്ക് ഒഫീഷ്യൽ മെയിൽ ഇട്ടു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന്. ഞാൻ പിന്നെ പരാതിപ്പെടാനൊന്നും പോയിട്ടില്ല. എനിക്ക് വയ്യ, എനിക്കിനി അവിടെ നിൽക്കേണ്ടെന്നാ തോന്നിയത്. ഓക്കെ, ബാക്കി കേൾപ്പിക്കാം. ഇനി നിങ്ങൾ അറിയാത്തൊരു കാര്യം, അൻസിബ ഇപ്പം മെയിൻ സ്ട്രീം ചാനലുകളുടെ ഫ്രണ്ടിൽ വന്നൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലെ ഒരംഗമാണ് ഇപ്പോഴും അൻസിബ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത്. അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്വേത ചേച്ചി ഒരു സർക്കുലർ അങ്ങോട്ട് പുറത്ത് പിടിപ്പിച്ചായിരുന്നു. അതായത് താരസംഘടനയിലകത്തെ മെമ്പേഴ്സ് ആരും മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. മെയിൻ ഒരു റീസൺ അൻസിബ ഇപ്പോൾ മെയിൻ സ്ട്രീം ചാനലുകളെ കാണാത്തതിൻ്റെ കാരണം അത്. കൂടാതെ അൻസിബ കേസായിട്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇനി മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല. ഈ 2 കാരണം കൊണ്ടാണ് ഇപ്പോൾ അൻസിബ ആരോടും ഒന്നും ഉരിയാടാൻ നിൽക്കാത്തത്, കൂടുതൽ കാര്യങ്ങളുമായിട്ട് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വരാത്തത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസിബ ലാസ്റ്റായിട്ട് ഒരു ചാനലിന് നമ്മുടെ അരുൺ കുമാറിൻ്റെ അടുക്ക വന്നിട്ട് അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇനിയും ബാക്കിയുള്ള തെളിവുകളാണ്, അതൊക്കെ കോടതിയിലേക്ക്. മനസ്സിലായോ? കേസായിട്ട് ആ പെൺകുട്ടി മുന്നോട്ട് പോകും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജസ്റ്റിസ് ഫോർ അൻസിബ, ആ ഒരു #, റേസ് ആവണം. എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ഉപയോഗം വേണ്ടേ? എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിടികിട്ടിയോ? കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ടിനി ടോം അത്ര നല്ല വെടിപ്പായിട്ടുള്ളൊരു മനുഷ്യനൊന്നും അല്ല. പിന്നെ അവനെതിരെ ഇപ്പം കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ യാതൊരു തെളിവുമില്ല. ആരും വരത്തില്ലല്ലോ. ഈ ചെവി കൂടെ കേട്ട പലരും ഉണ്ട്, പക്ഷെ അവരെല്ലാവരും ഈ ചെവി കൂടെ തള്ളിക്കളഞ്ഞു. പിടികിട്ടിയോ? ആരും വരത്തില്ല. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ലക്ഷ്മിപ്രിയക്കെതിരെയെങ്കിലും, ചെറുതായിട്ടൊന്നും അല്ല കുട്ടിയെ ഹരാസ് ചെയ്തത്, 3 മണിക്കൂറോളം കേട്ടല്ലോ. അതുകൊണ്ടാണ് അവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ അവരുടെ കുടുംബം തകർത്തു എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ശരിക്കും അൻസിബയാണോ കുടുംബം തകർത്തതെന്ന് ലക്ഷ്മിപ്രിയ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. കൂടുതലൊന്നും ഞാൻ മൊഴിയുന്നില്ല. ബാക്കി ഞാനിപ്പോൾ അമ്മയിൽ 10 വർഷമായി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എൻ്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറോ ആരോപിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവൻറ്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടുന്ന് വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി. എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ടിനി ടോമേട്ടൻ അഞ്ജലി നായരെ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് അഞ്ജലി നായരോട് കാണിച്ചൊരു പരിപാടിയുണ്ട്. ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ കഥ പറയാൻ നിൽക്കണ്ട.
പിന്നെ ഒരു സ്റ്റേജ് ഷോയിൽ നടക്കുമ്പോഴാണെങ്കിലും ശരി, ഒരു സ്റ്റേജ് ഷോ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സ്റ്റേജ് നിൽക്കുമ്പോഴോ ചേട്ടന് അവിടെ ഉള്ള അംഗങ്ങളെ തെറി പറയാനോ ചേട്ടൻ അങ്ങോട്ട് ചൂടായിക്കൊണ്ട് അങ്ങോട്ട് ഇടിക്കാനുള്ള മൂഡ് കാണിക്കാനോ ചേട്ടന് അധികാരമില്ല. അത് ചേട്ടൻ ആദ്യമേ മനസ്സിലാക്കണം. ചേട്ടൻ വലിയ പുള്ളയാണെങ്കിൽ അത് കൈവെക്കുക, മനസ്സിലാവും. ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കാണിക്കുക. അത് റോട്ടിലിറങ്ങി നാട്ടുകാരോട് കാണിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ താരസംഘടനയിലെ അംഗമാണെന്നും പറഞ്ഞ് ബാക്കിയുള്ള അംഗങ്ങളോട് ആ പരിപാടി കാണിക്കാൻ നിൽക്കരുത്. തെറി പറയാനും അത് വീട്ടിൽ കാണിക്കുക. ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ, ചേട്ടൻ തന്നെ അത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തോരം എക്സ്ട്രീം ആയിരിക്കും ചേട്ടൻ കാണിക്കുന്നതെന്ന് നമുക്കെല്ലാം ഊഹിക്കാം. പിന്നെ അതിൻ്റെ ഒന്നും വേണ്ടടേ, ആ ഓൺലൈൻ മീഡിയയിൽ വന്നൊരു വീഡിയോ മതി. അഞ്ജലി നായരുടെ നേരെ ചേട്ടൻ കാണിക്കുന്ന പരിപാടി. ചേട്ടൻ്റെ താരസംഘടനയിലെ തന്നെ ഒരു അംഗമാണ്. നാട്ടുകാർ കളിയാക്കുമ്പോൾ മനസ്സിലാക്കാം. കൂടെ ഉള്ളവരെ ചേട്ടൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ കഥ ഇറക്കല്ലേ. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടല്ല, ബാക്കിയുള്ള മെമ്പേഴ്സിനോട് ചോദിക്കാൻ. ചേട്ടാ അറിയാം ചേട്ടൻ ഏത് ലെവൽ വരെ പോകുമെന്ന് കേട്ടോ. നാട്ടുകാർക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാത്ത ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും നിങ്ങൾക്കെതിരെ, നിങ്ങളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് ഒരാൾ പോലും സംസാരിക്കാത്തത് മനസ്സിലായോ. സാധാരണ ആരെങ്കിലുമൊക്കെ വരുന്നതാ, ഇതില്ല. കാരണം നാട്ടുകാർക്ക് എല്ലാം അറിയാം. ആ പെങ്കൊച്ചു വല്ലതും ചെയ്ത ജീവൻ ഒടുക്കാൻ ശ്രമിച്ചാൽ പോലും ചേട്ടാ നിങ്ങൾ പെടും. അത് ഓർത്താൽ ടിനി ടോം ഏട്ടനെ കൊല്ലാം. ബാക്കി നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേര്. മതി, ഞാനത് കൂടുതലായിട്ട് കേൾപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഓൾറെഡി ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചൊരു കാര്യമാണ്. പല ആളുകളും കേട്ടതാണ്. പക്ഷെ നീനാക്കുറുപ്പ് മാത്രമാണ് കേട്ടു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. വേറെ ആരും വരത്തില്ല. കാരണം ടിനി ടോം ഏട്ടൻ വർഷങ്ങളായിട്ട് നിൽക്കുന്ന, എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന എന്തോ വലിയ ആക്ടറാണെന്നാണല്ലോ പുള്ളിയുടെ വിചാരം, അല്ലെങ്കിൽ കൂടെയുള്ള ആരുടെയൊക്കെ വിചാരം. നമുക്കൊന്നും ആ വിചാരമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിചാരം ഉണ്ടോ? എനിക്കിതിനായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇയാളെക്കാട്ടിലൊക്കെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്, മിമിക്രി കലാകാരന്മാരുണ്ട്. ഇയാൾ കാണിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ കോമാളിത്തരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. ബാക്കി അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി മുഖ്യമന്ത്രി. തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടി അൻസിബയെ അറിയിച്ചിട്ടുമുണ്ട്. നമസ്കാരം സാവിച്ചേട്ടാ. ഞാന് ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, എന്നെ മെന്റൽ ഹരാസ് ചെയ്തു. ലക്ഷ്മിപ്രിയ എനിക്കെതിരെ നൽകിയൊരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ പെരുമാറിയത്. പിന്നെ ഒരു ASI ഉണ്ടായിരുന്നു വനജ, അവരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്നിട്ട് എനിക്കിതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈൻറ്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്ന് വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്. ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാരശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ സാംസ്കാരിക തകർച്ചയല്ലേ? ഇവിടെ ഇതിനെ അംഗീകരിച്ചു കൊടുക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്നത് ആശാസ്യമാണോ? ഇതിനെ എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് തന്നെ മറ്റൊരു നടിയായ ഉഷ ഹസീനയ്ക്കും ഉണ്ടായതായി അവർ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്നിത് അൻസിബയ്ക്കും ഉഷയ്ക്കും എതിരെയാണ് ഉണ്ടായതെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്കെതിരെയും ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ ഒന്നും ജാതീയമായ അധിക്ഷേപങ്ങളോ വേർതിരിവുകളോ അമ്മയിൽ ഉണ്ടായതായി കേട്ടുകേൾവി പോലുമില്ല. അമ്മയിൽ എപ്പോഴും സങ്കടമുണർത്തുന്ന പരാതിക്കാരിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയും കുറ്റവാളികളായ ആരോപണ വിധേയനായ പുരുഷന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിപ്പോഴും അങ്ങനെ തുടരുകയാണ്. ഇതിനൊരു അറുതി വരുത്താൻ ആരും ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. അപ്പോഴൊക്കെ നേതൃത്വം മൗനം പാലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിലാകട്ടെ തീവ്ര മത നിലപാടുകളുള്ള ചില സ്ത്രീകളുണ്ട്. അവർ കൂടി ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നു തീവ്രവാദി എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നാൽ എന്നോട് ഇതിന്റെ ഒരു ഭാരവാഹി സ്ത്രീ സംസാരിച്ചപ്പോൾ അൻസിബയെ ഇതേ വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മുഖം നോക്കാതെ വിട്ടുവീഴ്ചകളില്ലാത്ത ധീരമായ നടപടികളാണ് ഇവർക്കെതിരെ നടത്തേണ്ടത്. കലാകാരന്മാരുടെ ഇത്തരം മനോഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ വലിയൊരു വിപത്തിലേക്കാണ് കലാ സാംസ്കാരിക രംഗത്തെ കൊണ്ടെത്തിക്കുക എന്നതോർക്കുക. ജാതി മതി. ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ലേ? ആലപ്പി അഷറഫ്. പുള്ളിയും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിയോടും ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. മതം അത് നല്ല രീതിയിൽ ഇവിടെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഈ അമ്മയുടെ അകത്തേക്ക് അൻസിബ അതിനെ നല്ല രീതിയിൽ എതിർത്തു. അതായത് മതം വേണ്ട, രാഷ്ട്രീയം വേണ്ട, അമ്മയുടെ അകത്ത് എന്ന് നല്ല രീതിയിൽ എതിർത്ത ഒരാളാണ് അൻസിബ. അതുകൊണ്ടാണ് ഈ സ്പോൺസർഷിപ്പ് കേസും കൊണ്ട് വന്നപ്പോഴത്തേക്ക് അത് വേണ്ട, അത് വന്നു കഴിഞ്ഞാൽ നാളെ അടുത്ത ഒരു മതസംഘടന വരും. എന്തിനാണത്? ആ പെൺകുട്ടി ആ ചോദിച്ചതിനകത്തൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇനി പേഴ്സണലായിട്ട് ഇത്രയും ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ, വേറെ ഒന്നും കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ കൂടുതലും ആളുകൾ കണ്ടതായിരിക്കും പല ക്ലിപ്പുകളും, അതുകൊണ്ട് തന്നെ ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇനി എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന 1-2 കാര്യങ്ങൾ. ഏകദേശം ഒരു 6 കൊല്ലം മുമ്പ് ഞാൻ അൻസിബയെ നേരിട്ട് മീറ്റ് ചെയ്ത ഒരാളാണ്. വേറൊരു വ്യക്തി വഴി ഒരു ഫേസ്ബുക്കിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് അൻസിബയുടെ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് അക്കൗണ്ട് അതിൻ്റെ എന്തോ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് പാവം ഒരു പെൺകുട്ടിയാണ്. അന്ന് നമ്മളോട് സംസാരിച്ച ഒരു രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ചില ആൾക്കാരെ മനസ്സിലാവുമല്ലോ, അത്യാവശ്യം പാവം ഒരു പെൺകുട്ടി തന്നെയാണ്. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു, പക്ഷേ അൻസിബയെ പേഴ്സണലായിട്ട് അറിയാവുന്ന പല ആളുകളെയും എനിക്കറിയാം. അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. എല്ലാവരും പറയുന്നത് ആ പെൺകുട്ടിയുടെ സൈഡിൽ സത്യമുണ്ട്, നീതി അവൾക്ക് കിട്ടണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഇരുന്നൊരു വീഡിയോ ചെയ്യുന്നത്. അവൾ അങ്ങനെ ഹരാസ്മെൻറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അതിലേക്ക് തള്ളിവിട്ട ആളുകൾ പെടണം. ഇപ്പോഴും മറ്റേ കാറിൽ പോർഷെ ഏതൊരു കാറിൽ ഏതോ കൂട്ടിയ കാറിലൊക്കെ നടക്കുന്ന നമ്മുടെ ടിനി ടോമേട്ടനെ പോലുള്ള ആളുകൾ കാശിൻ്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉന്തളിപ്പിൽ കാണിക്കുന്ന കാട്ടായങ്ങൾ പലതും വളച്ച് തിരിച്ചൊടിക്കുന്ന എന്തിനെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് പറയുകയാണ്. ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും, ഇടയ്ക്ക് ഇച്ചിരി തെറിയൊക്കെ പറഞ്ഞതൊക്കെ വരും. അത് നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ, വീട്ടിൽ പോയി ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് തെറി പറയുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? വേറെ നാട്ടുകാരെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആട്ട് കിട്ടും. അത് ടിനി ടോമേട്ടൻ ഇടയ്ക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ജസ്റ്റിസ് ഫോർ ഹൻസിബ, ആരും മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഇനിയും വരുമോ എന്നറിയത്തില്ല. മെയിൻ സ്ട്രീം ചാനലുകൾ വഴി ചിലപ്പോൾ ഇതെല്ലാം മുക്കി അങ്ങ് കളയും, സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ പെൺകുട്ടി ആരും വെറുതെ ചെന്ന് തെറി പറയാൻ നിൽക്കണ്ട. ഇവർ ഈ പറയുന്നത് പോലെ അവിഹിതവും കിവിഹിതവും നമ്മളൊന്നും കേട്ടിട്ടില്ലടേ. ഇതൊക്കെ അടിച്ചിറക്കുന്നതായിരിക്കും. ഇതൊക്കെ അടിച്ചിറക്കാൻ എളുപ്പമാണല്ലോ, അടിച്ചിറക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.